തുക. 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർമന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എംപിമാർ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയിരുന്നു. 23 അംഗ രാജ്യസഭ ലോക്സഭ എംപിമാരുടെ സംഘം ആണ് അമിത്ഷായെ കണ്ടത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ അമിത്ഷായ്ക്ക് കേരളത്തിൽ നിന്നുള്ള എംപിമാർ നൽകിയ അപേക്ഷയിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും തുക അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് അനുവദിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? അഭിലാഷ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ തന്നെ കേരളത്തിന്റെ ആവശ്യം, അതായത് L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധനസഹായ പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് തന്നെയായിരുന്നു. അതിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതീവ ഗുരുതര വിഭാഗത്തിലാണ് ഈ ഒരു ദുരന്തത്തെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. 23 അംഗ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സംഘമെത്തി നിവേദനം നൽകിയപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് 2219 കോടി രൂപയുടെ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടർന്നു വരികയാണ്. അതിനുശേഷമായിരിക്കും ഇതിലൊരു കാര്യങ്ങൾ വ്യക്തമാക്കുക. കൂടാതെ തന്നെ 783 കോടി രൂപയുടെ ദുരന്ത നിവാരണ തുകയായി കേരളത്തിന് അനുവദിക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടാതെ തന്നെ 153 കോടി രൂപ ഇതിനോടകം തന്നെ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകിക്കഴിഞ്ഞു. അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു തുക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എത്ര കോടി രൂപ നൽകും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അത് L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം നൽകേണ്ടതും കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാരെത്തിയാണ് അമിത്ഷായെ കണ്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചത്. കാരണം കുറച്ച് കാലമായി 4 മാസത്തിൽ അധികമായി അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. അവർക്ക് ഇപ്പോഴും ലഭ്യമായിട്ടുള്ള ധനസഹായങ്ങളൊന്നും തന്നെ ആശ്വാസകരമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ വേണം കേന്ദ്ര സർക്കാർ. ഈ വിഷയം പലപ്പോഴായി കോടതിയുടെ പക്കൽ കൂടി എത്തിയതായിരുന്നല്ലോ, ഹൈക്കോടതിയുടെ ഭാഗത്ത് തന്നെ എത്തിയതായിരുന്നല്ലോ. അപ്പോഴൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഇത് അതിതീവ്ര വിഭാഗത്തിലുള്ള ഒന്നായി പരിഗണിക്കുന്നു എന്ന പരാമർശം ഉണ്ടായിട്ടില്ല. എല്ലാം പരിശോധിച്ചു വരുന്നു എന്നത് മാത്രമാണല്ലോ ഉത്തരമായി ലഭിച്ചിരുന്നത്. മിഥുൻ, തീർച്ചയായും, അതായത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. എത്രത്തോളം പേർക്ക് ജീവഹാനി സംഭവിച്ചു, അതിൽ ഓഗസ്റ്റ് 16 കേരള സർക്കാർ നൽകിയിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഈ മന്ത്രാലയത്തിന് മുന്നിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷാ അത് വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് അറിയുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് ഇത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. 95 പേർക്ക് 40% പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 395 പേരോളം വിവിധ ആശുപത്രികളിലായി ചികിത്സ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. പിന്നീടാണ് കൂടുതൽ പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭ്യമാവുകയും കൂടുതൽ പേർ മരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ പക്കലില്ല എന്നുള്ളതാണ്. അതുകൂടി പരിഗണിച്ചതിന് ശേഷം അതിതീവ്ര വിഭാഗത്തിലാണ് വയനാട്ടിലെ ദുരന്തത്തെ പരിഗണിക്കുന്നത് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്.